നമസ്കാരം. ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് പോഷകസമൃദ്ധമായ ഭക്ഷണം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദിവസവും വേണ്ട പ്രധാന പോഷകങ്ങളും അവ ഏത് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുമെന്നും നോക്കാം. ഇരുമ്പ്. സ്ത്രീകളിൽ വിളർച്ച സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ്. ആവശ്യത്തിന് ഇരുമ്പ് ശരീരത്തിൽ ഇല്ലെങ്കിൽ ക്ഷീണം, തളർച്ച എന്നിവ ഉണ്ടാകാം. ഗർഭകാലത്തും ആർത്തവ സമയത്തും ഇരുമ്പിന്റെ ആവശ്യം വർദ്ധിക്കുന്നു. ഇവ ലഭിക്കാനായി ചീര, മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ, ബീട്രൂട്ട്, ഈന്തപ്പഴം, പയർവർഗ്ഗങ്ങൾ, വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ച്, നാരങ്ങ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അടുത്തത് കാൽസ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം ആവശ്യമാണ്. പ്രായം കൂടുമ്പോൾ സ്ത്രീകൾക്ക് കാൽസ്യം കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. കാൽസ്യം കൂടുതൽ ലഭിക്കുന്നതിനായി പാൽ, തൈര്, ചീസ്, മുട്ട പോലുള്ളവ കഴിക്കുക. കൂടാതെ ഇലക്കറികൾ, എള്ള്, റാഗി, ചെറിയ മീനുകൾ എന്നിവ കഴിക്കുന്നത് നല്ലതാണ്. ഫോളിക് ആസിഡ്. ഗർഭധാരണത്തിന് ഒരുങ്ങുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോളിക് ആസിഡ്. ഇത് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും സുഷമ നാഡികളുടെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇവ ലഭിക്കാനായി ഇലക്കറികൾ ധാരാളമായി ഉപയോഗിക്കുക. കൂടാതെ പയറുവർഗ്ഗങ്ങളും ധാരാളമായി ഉപയോഗിക്കുക. വിറ്റാമിൻ ഡി. കാൽസ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ വിറ്റാമിൻ ഡി ആവശ്യമാണ്. എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും ഇത് പ്രധാനമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ശരീരത്തിന് പ്രധാനമായും വിറ്റാമിൻ ഡി ലഭിക്കുന്നത്. കൊഴുപ്പുള്ള മീനുകൾ, മുട്ടയുടെ മഞ്ഞ, കൂൺ, തൈര് എന്നിവ കഴിക്കുക. പ്രോട്ടീൻ. പേശികളുടെ വളർച്ചയ്ക്കും ഹോർമോൺ ഉൽപ്പാദനത്തിനും പ്രോട്ടീൻ അത്യാവശ്യമാണ്. കോഴിയിറച്ചി, മത്സ്യം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഇത് ധാരാളമായുണ്ട്. കൂടാതെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ബീൻസ്, നട്ട്സ്, സീഡ് തുടങ്ങിയവയിലും ധാരാളമായിട്ടുണ്ട്. ഫൈബർ. ദഹന വ്യവസ്ഥയ്ക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഫൈബർ. ഇത് മലബന്ധം തടയാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഓട്സ്, തവിട് കളയാത്ത അരി, പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.